KTU-VC ഡോക്ടർ സിസ തോമസിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല കൂടി. നിയുക്ത VC ഡോക്ടർ സജി ഗോപിനാഥ് പദവി ഏറ്റെടുക്കുന്നത് വരെയാണ് ചുമതല. ഇത് സംബന്ധിച്ച് സിസ തോമസിന് ലോക്ഭവൻ നിർദ്ദേശം നൽകി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ. രോഹിണി, നിലവിൽ KTU ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസിനാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. അതായത് ഡിജിറ്റൽ സർവകലാശാലയിലെ VC ആയിട്ടുള്ള നിയുക്ത VC സജി ഗോപിനാഥ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് മാതൃസ്ഥാപനത്തിൽ നിന്ന്, നിലവിൽ ജോലി നോക്കുന്ന സ്ഥാപനത്തിൽ നിന്നും അവിടെ നിന്നും മാറുന്നതിനുള്ള കാലതാമസം നിലനിൽക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ചുമതല കൂടി ഡോക്ടർ സിസ തോമസിന് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ലോക്ഭവൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് നൽകിയെന്നാണ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സജി ഗോപിനാഥ് അവിടെ ചുമതലയേക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി ചുമതലയെടുക്കുന്ന ആ കാലം വരെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചുമതല കൂടിയായിരിക്കും ഇപ്പോൾ ഈ ഡോക്ടർ സിസ തോമസ് വഹിക്കുക. ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറാണ് സിസ തോമസ്. ആ സിസ തോമസിനായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അധിക ചുമതല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായും ഉന്നത വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായിട്ടാണ് ഇത് സംബന്ധിച്ച് സംസാരിച്ചത്. ആർ ബിന്ദുവും ഇതിൽ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇതിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മഞ്ഞുരുക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ VC നിയമനമെല്ലാം നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സജി ഗോപിനാഥ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായും അതോടൊപ്പം തന്നെ സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ വൈസ് ചാൻസലറായി സിസ തോമസിനെയും നിയമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ നിയുക്ത വൈസ് ചാൻസലർ എത്തുന്നതിന്, അതായത് ചുമതല ഏറ്റെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. അദ്ദേഹം കാലതാമസം കഴിഞ്ഞ്, അതായത് നിലവിൽ ആ ചുമതല ഏറ്റെടുക്കുന്നവരെ, ആ പദവി ഏറ്റെടുക്കുന്നവരെയുള്ള ആ കാലയളവിലായിരിക്കും ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ചുമതല കൂടി ഡോക്ടർ സിസ തോമസ് വഹിക്കുക. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.